ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്നത്തെ റിലീസുകളാണ്. ഇന്ന് ഒരു 2-3 സിനിമകൾ സർപ്രൈസ് ആയി റിലീസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സിനിമകളാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, മൊത്തം 8, 10, 12, 13ഓളം സിനിമകളാണ് ഏകദേശം റിലീസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സിനിമ ഹനുമാൻ എന്ന് പറയുന്ന സിനിമയാണ്. തമിഴ്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് Disney+ Hotstar അവൈലബിൾ ആണ്. രണ്ടാമത്തെ സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. ഫാരെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് C5ലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു സീരീസ് ആണ്. പാരസൈറ്റ് ദ ഗ്രേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡ്രാമ, സയൻസ് ഫിക്ഷൻ, ഫാന്റസി വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. കൊറിയൻ സീരീസ് ആണ്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ സീരീസ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. മൊത്തം 6 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. കണ്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. തന്ത്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. ഇമെയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ടെൻറ്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. ഓപ്പറേഷൻ ലൈല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു പിന്നെ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സ്കൂപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഷുഗർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ്പിൾ TV+ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ബെൽ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയാണ്. ജിയോ സിനിമ വഴിയാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ലാ വസ്റ്റേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ചാരി 111 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ Amazon പ്രൈമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സർപ്രൈസ് ആയി റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. GV പ്രകാശ് കുമാറും അമിതാഭ് ബൈജും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റബൽ എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടില്ല. ഒരു സിനിമ ഇപ്പോൾ മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് Amazon പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു കൊറിയൻ ത്രില്ലർ മൂവിയാണ്. ഡബിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. Amazon പ്രൈമിലാണ് ഈ സിനിമ സർപ്രൈസ് ആയി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഡ്യൂൺ പാർട്ട് 2 എന്ന് പറഞ്ഞൊരു പിന്നെ ഹോളിവുഡ് മൂവിയാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ റാണി ദ റിയൽ സ്റ്റോറി എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേസ് ഓഫ് കൊണ്ടാടുന്ന പിന്നെ ഭാവനയുടെ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സിനിമകളുടെ റിവ്യൂ ചെയ്യാറുണ്ട്. എല്ലാവരും റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ഈ കൽബ് എന്ന് പറഞ്ഞ സിനിമ പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ട് എന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. കൽബ് എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. Amazon പ്രൈം, അതുപോലെ തന്നെ സൈനാപ്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും പിന്നെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ Amazon പ്രൈമിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.